ഹായ്, എല്ലാവർക്കും നമസ്കാരം. കിളിക്കൂട് വ്ളോഗിന്റെ അടുത്തൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. അപ്പൊ എന്താണ് പരിപാടി എന്നാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. നമ്മുടെ ജിംബ്രൂട്ടന് ഇവിടെ കിടന്ന് നമ്മുടെ അടുത്ത് വന്ന് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് കൊടംപുളി കിട്ടിയിട്ടുണ്ടായില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കൊടംപുളി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊടപ്പുളി എന്ന് പറയും ട്ടാ. അപ്പൊ അത് പച്ചയല്ല, പഴുത്തതാണ്, കുരു കളയാത്തത്. അപ്പൊ അതെല്ലാം വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്ക് ക്യാമറ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒരു കൊട്ട നിറയെ കൊടംപുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഒരുണക്കം ഇന്നലെ വെയിൽ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലെത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിത് ഇനി എല്ലാം എടുത്തൊന്ന് എന്താ പറയുക, ഓവനിൽ. അപ്പോൾ ഓവൻ ഇപ്പം അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഓവനിൽ നമുക്ക് ചെയ്ത് നോക്കാം. എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയതാണ്. ഓവനിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂട് കൊള്ളിച്ച് നോക്കാം. അടുപ്പില്ലല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവനിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓവനിൽ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. ഇതൊരു 2-3 കിലോ കുടംപുളി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഓവൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് നമുക്ക് നിരത്തി കൊടുക്കാം കേട്ടോ. കുടംപുളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും ഓക്കെ ആയിക്കോളും. അപ്പം ഞാൻ ഇതൊന്ന് ഉണങ്ങി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് വേറെ പരിപാടി ഉണ്ട് കേട്ടോ. ചെറിയൊരു പരിപാടിയും കൂടി അതിൽ ചെയ്യണം. അപ്പം അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവൻ്റെ ലൈറ്റ് കേടാട്ടോ. ഓവൻ അധികം ഉപയോഗിക്കൊന്നുമില്ല. അപ്പോൾ അധികം ഉപയോഗിക്കാണ്ടിരിക്കുന്നതുകൊണ്ടാട്ടോ അത് കറ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ തുടച്ചിട്ടൊന്നും പോകുന്നില്ല. ഇനി കുറേ പേര് കമൻറ്റ് ചെയ്യേണ്ട, ഓവൻ എന്താണ് അങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ യൂസുകൾക്കാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊന്നും ഇപ്പോൾ അതിൽ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഈ കുടംപുളി നമുക്ക് ഇതിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ചൂടാക്കി ഉണക്കി എടുക്കണം. ഒന്ന് ചെറുതായിട്ടൊരു വെയിൽ കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ. നമുക്കപ്പോൾ ഓവനിൽ ഇട്ടിട്ട് കുറച്ച് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ട്രിപ്പ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഉണങ്ങട്ടെ. ഇനി നമുക്ക് ഇത്രയും കൂടി ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഓവനിൽ ഇട്ടിട്ടുണ്ട്. അതിന് കുറച്ച് സമയം ഒരു മണിക്കൂറോളം ഇരുന്നൊന്ന് ചൂടായി. അധികം എന്താ പറയുക, അധികം ചൂടിലിരിക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇട്ടാൽ മതി. അപ്പോൾ കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ട് നമുക്ക് അതിൽ ഉപ്പും എണ്ണയും പുരട്ടി വെക്കണം. റെഡി ആയി കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ചൂടായാലാണ് ആവുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പരിപാടി. നമ്മുടെ കിളിക്കൂട്ടിൽ ഞാനും ജിംബ്രൂട്ടനും കൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നന്ദു കളിക്കാൻ പോയിട്ടോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ. ഇനി വേറെ പരിപാടി കൂടി ഉണ്ട്. ചക്ക മുറിക്കണം ഒരെണ്ണം. ചക്ക മുറിക്കണം. അപ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതവിടെ കിടന്നാവട്ടെ. ഇനി ചക്ക മുറിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ഞാനതായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കളറ് മാറി വന്നിട്ടുള്ളത് കുടംപുളി ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ബ്ലാക്കിഷ് കളറിലേക്ക് ആവും. അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. കുടംപുളിക്കൊക്കെ എന്താ വില. ഒരു കിലോ ഇപ്പം ഞാനൊരു 1/4 കിലോ ഒക്കെയാണ് മേടിച്ച് വെക്കുക. ഇവിടെ മീൻകറിക്ക് കുടംപുളിയാണ് യൂസ് ചെയ്യുക. ഇരുമ്പമ്പുളി ഉള്ള സമയത്ത് അതിട്ട് വയ്ക്കും കേട്ടോ. മാങ്ങ ഉള്ള സമയത്ത് മാങ്ങ ഇട്ട് വയ്ക്കും മീൻകറിയിൽ. അപ്പോൾ നമുക്ക് കടയിൽ മേടിക്കാനായിട്ട് പോകുമ്പോൾ ആണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. ഇതിപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനെങ്ങനെയാണ് അതിൻ്റെ കളറ് മാറി വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ കുറേ നാൾ ഇരുന്നോളും. കുറച്ച് എണ്ണയും അതേപോലെ തന്നെ ഉപ്പും കൂടി പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരുന്നോളും. അപ്പോൾ ഓക്കെ, ഞാൻ ബാക്കി അത് റെഡി ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഹായ്, അപ്പോൾ നമ്മുടെ കുടംപുളി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓവലിട്ട കുടംപുളി ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മുടെ കുടംപുളി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെയിലത്ത് വെക്കണം. വീടിൻ്റെ അകത്ത് തന്നെ വെയിൽ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ നമുക്കിതിവിടെ കുറച്ച് നേരം ഇന്ന് വെയിൽ കൊള്ളിക്കുക. കണ്ടോ, കുറച്ചൊക്കെ ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും എണ്ണയും പരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് ഓവനിലിട്ട് അടുത്ത ട്രിപ്പ് ഇടാനുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുപ്പികളിലാക്കി വെക്കാം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഉണങ്ങണം. ഈ കളറൊക്കെ കണ്ടോ, ഇതൊക്കെ ഒന്ന് മാറി ഇങ്ങനെ കളറാവണം കേട്ടോ. കണ്ടോ.
ഒരു നല്ല ബ്ലാക്കിഷ് കളറാവണം. അപ്പോൾ നല്ല നാടൻ കുടംപുളി നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ മഴക്കാലത്ത് കുടംപുളി ഉണക്കാനുള്ള ഇപ്പോൾ ഉള്ള മാർഗ്ഗം കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അടുപ്പിൻ്റെ അവിടെ ഇടാം, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ അടുപ്പ് കത്തിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ, കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്, ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കാണാം.